ഓം ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ധർമ്മത്തിന്റെ വഴി തുറന്നിടണം. നെൽച്ചെടിക്ക് ജലത്തെ വിടുകയാണെങ്കിൽ അത് പുല്ലിനുകൂടി പോകുന്നു. നെൽച്ചെടിയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് അടയുകയാണെങ്കിൽ അത് കല്ലിനോട് ചേരുന്നു. പ്രിയരെ, പച്ച വിരിപ്പിട്ട പോലെ നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാഴ്ചക്കാരന് കുളിർമയേറിയ ഒരു സുഖാനുഭവമാണ്. എന്നാൽ ഒരു കർഷകന് നിരവധി പേരുടെ ജീവിതത്തിന് പച്ചപ്പേകുവാനുള്ളതാണ്. ചെറിയ നീർച്ചാലുകൾ വഴി കർഷകൻ പാടത്തിലേക്ക് വിടുന്ന വെള്ളം ആ നെൽച്ചെടികൾക്ക് കിട്ടുന്നത് പോലെ തന്നെ അവക്കിടയിൽ വളരുന്ന കളകൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ അരിശമ്പുണ്ട് ആ നെൽച്ചെടികളെ നനച്ചുകൊണ്ടിരിക്കുന്ന നീർച്ചാൽ ഒരു വരമ്പുണ്ടാക്കി അടക്കുകയാണെങ്കിൽ കളകൾക്ക് വെള്ളം കിട്ടാതാവും. അതുപോലെ തന്നെ നെല്ലിനും വെള്ളം കിട്ടാതാവും. അങ്ങനെ ആ വെള്ളം അവിടെ തങ്ങി നിൽക്കുന്നത് നിന്ന് ഒടുവിൽ കല്ലിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യും. ആ അവസ്ഥയിൽ കളകൾക്കൊപ്പം നെൽച്ചെടികളും വാടിയും കരിഞ്ഞും നശിക്കുകയും ചെയ്യും. ഇത് പ്രകൃതിയുടെ കനിവിനെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഇപ്രകാരം ഒരുവന് ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ആവശ്യമായ ഒരു സഹായം ചെയ്താൽ അതിന്റെ ഫലം അവനു മാത്രമല്ല, അവൻ ആർക്കൊക്കെ ആശ്രിതനായിരിക്കുന്നുവോ അവരിലേക്കും കൂടി എത്തുന്നുണ്ട്. അത് പാടില്ലെന്ന് നിശ്ചയിച്ച് സഹായം ചെയ്യാതിരുന്നാൽ അവനുമൊപ്പം അവന്റെ ആശ്രിതരും ആപത്തിലേക്ക് വീണുപോകാൻ ഇടവരും. ഇത് അധാർമികമായ ഒരു പ്രവൃത്തിയായിത്തീരും. അതുകൊണ്ട് അധാർമികത എപ്പോഴും അശാന്തിയിലേക്കുള്ള പ്രവേശന കവാടമാണെന്നറിഞ്ഞ് നമ്മൾ ധർമ്മത്തിന്റെ വഴി തുറന്നിടണം. സ്നേഹപൂർവ്വം, എഞ്ചൻ, കയനാട്.